വാട്സാപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു HP ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ്. ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 60,959 രൂപയുള്ള ഈ ലാപ്ടോപ്പിന് അതിന് ഓഫർ വഴി നമുക്ക് 48,000 രൂപയ്ക്ക് ഇത് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ ബോക്സ്. ഇതിൻ്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് HP ലാപ്ടോപ്പ് 15S Eq2144Au എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ വരുന്ന പ്രൊസസ്സർ AMD Ryzen 5 5th ജനറേഷൻ APU ആണ്. അതായത് ആക്സിലറേറ്റഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU പ്ലസ് MCH. പിന്നെ 512 GB SSD ആണ് അതിനകത്ത് വരുന്നത്. അതുപോലെ 8 GB RAM ഉണ്ട്. DDR4 ആണ്. പിന്നെ ഇതിൽ DVD ഡ്രൈവ് വരുന്നില്ല. Windows 11 ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD LED ഡിസ്പ്ലേ ആണ് വരുന്നത്. മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 250 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ 3 സെല്ലിൻ്റെ 41 വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡ് ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ചാർജറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും പവർ കേബിൾ ഉണ്ട്. അപ്പോൾ ഇതിന് ചാർജറാണ് 19.5 വോൾട്ട് 3.3 ആംപിയർ ആണ്. അതായത് 65 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. ചെറിയ ടൈപ്പ് പിന്നാണ് ഇതിൽ വരുന്നത്. 1 മീറ്ററിൻ്റെ ഒരു പവർ കേബിളും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്. സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെ ഓൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, ചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ ചാർജർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കേബിൾ ചാർജർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കണക്ടർ DC ഔട്ട്പുട്ട് കണക്ടർ എന്ന് പറയും നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ലാപ്ടോപ്പിൽ 2 മൈക്ക് വരുന്നുണ്ട്. അതായത് മോൾ ഭാഗത്തായിട്ട് വെബ് ക്യാമിൻ്റെ 2 സൈഡിലായിട്ട് 2 മൈക്രോഫോൺ വരുന്നുണ്ട്. അതുപോലെ വൈഫൈ ആൻറ്റിന വരുന്നുണ്ട്. സെൻട്രലിൽ വെബ് ക്യാം വരുന്നുണ്ട്. ഇത് ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വെബ് ക്യാമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് പവർ ബട്ടൺ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ക്യാമറയുണ്ട്. അതുപോലെ തന്നെ ടച്ച് പാഡ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ കീബോർഡിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് ഏകദേശം വെൻറ്റ് വരുന്നത്. അതായത് ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള വെൻറ്റ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട് ഈ ലാപ്ടോപ്പിൽ. Type-C പോർട്ട് വരുന്നുണ്ട്. അതുപോലെ HDMI പോർട്ട് വരുന്നുണ്ട്. ഓഡിയോ ജാക്ക് കോംബോ ആണ്. അതായത് 3.5 mm ഓഡിയോ ഇന്നും ഉണ്ട്, ഓഡിയോ ഔട്ടും ഉണ്ട്. പിന്നെ മെമ്മറി കാർഡ് റീഡറുണ്ട്. Windows 11 ഒറിജിനൽ OS ആണ് വരുന്നത്. സ്ലീക്ക് ഡിസൈൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ കുത്തുന്ന പോർട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്ന ലൈറ്റ് ഉണ്ട്. 2 USB പോർട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് റീഡർ സ്ലോട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. Type-C കണക്ടർ ഉണ്ട്. അതുപോലെ HDMI ഔട്ടുണ്ട്. പിന്നെ പവർ LED ഉണ്ട്. പിന്നെ ഹാർഡ് ഡിസ്ക് LED ഉണ്ട്. ഈ 2 LEDകൾ കാണാൻ പറ്റും. വളരെ സ്ലിമ്മും സ്ലീക്കായിട്ടുള്ള ഡിസൈനാണ്. വലിയൊരു ഗ്രില്ല് കാണാൻ പറ്റും. അത് എയർ ഇൻടേക്ക്, അകത്തേക്ക് എയർ എടുക്കുന്ന ഇതുവഴിയാണ്. Windows 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ എംബ്ലം വരുന്നുണ്ട്. ലാപ്ടോപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ന്യൂമറിക് കീപാഡാണ് വരുന്നത്. ഇവിടെ പവർ സ്വിച്ച് ഉണ്ട്, കാരണം ഇവിടെ ന്യൂമറിക് സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം AMD Ryzen 5 ആണ്. 5000 സീരീസ് എന്ന് പറയാം. അതായത് 5th ജനറേഷൻ എന്ന് പറയും. 5th ജനറേഷൻ Ryzen പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ AMD റേഡിയോൻ്റെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് MS ഓഫീസ്, എക്സൽ, വേർഡ്, പവർ പോയിന്റ് ഇതൊക്കെ കോമ്പാക്റ്റ് വരുന്നുണ്ട്. ടച്ച് പാഡാണ്. വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനാണ്. ഡിസ്പ്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡയഗണലായിട്ട് 15.6 15.6 ഇഞ്ച് വരുന്ന ബെസൽ വളരെ കുറവാണ്. അതായത് ഇതിന് ഫ്രെയിമിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. 3 സെക്കൻഡ് കൊണ്ടൊക്കെ ഇത് ബൂട്ടായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം Windows 11 ഒരു ലോക്ക് സ്ക്രീൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്.
പിന്നെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് AMD Ryzen 5 5th ജനറേഷൻ, അതായത് ലേറ്റസ്റ്റ് 2021 മോഡൽ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 8 GB RAM ഉണ്ട്. 64 ബിറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. Windows 11 ഹോം സിംഗിൾ ലാംഗ്വേജ് ആണ് വരുന്നത്. ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടി നമ്മൾ Geekbench എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പിൽ Geekbench 5ൻ്റെ വിൻഡോസ് സെറ്റപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇത് റൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളത്. സിംഗിൾ കോർ സ്കോർ 1081 മൾട്ടി കോർ സ്കോർ 4440 അതായത് നല്ല ഒരു പെർഫോമൻസ് ഈ ലാപ്ടോപ്പ് നമുക്ക് തരുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ചാർജ് കുറവാണ്. 24% ബാറ്ററി റിമൈനിങ് ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേ പറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ HDR വീഡിയോസ് നമുക്കിതിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഫുൾ HD 1080x1920 1080p RGB മെട്രിക്സ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഉള്ള ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഇതൊരു 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീനല്ല, 60 Hz ആണ്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല, എന്നാൽ ഒരു ബിസിനസ് ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ബിസിനസ് ലാപ്ടോപ്പാണ്. 280 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രീം HDR ഓൺ ആണ്. HDR വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ യൂട്യൂബ് എടുക്കുവാണെങ്കിൽ ഇനി സൗണ്ട് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. നോ കോപ്പിറൈറ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മ്യൂസിക്കുകൾ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കിയാണ്. ഇതിൽ സ്പീക്കർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. HDR 10 വീഡിയോസാണ് പ്ലേ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ. ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 50K ആ റേഞ്ചിലുള്ള ഒരു ലാപ്ടോപ്പാണ് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് HP ബ്രാൻഡാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണിത്. അപ്പോൾ HP ഡെയിലറാണ് കൂടുതൽ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടെയാണ് HP. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.